കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന പേരൊരു വികാരമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ആ പാരമ്പര്യം ആര് പേറണമെന്ന ചോദ്യത്തിന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൂടെ ചാണ്ടി ഉമ്മൻ മറുപടി നൽകിയിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കൂടി മത്സരരംഗത്തേക്ക് വരുന്നുവെന്ന വാർത്തകൾ കോൺഗ്രസിനുള്ളിലും ആ കുടുംബത്തിനുള്ളിലും വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സഹോദരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ചാണ്ടി ഉമ്മൻ എടുത്ത കടുത്ത നിലപാട് വെറും കുടുംബ തർക്കമല്ല, മറിച്ച് എ ഗ്രൂപ്പിന്റെ ഭാവി നായകനാകാനുള്ള രാഷ്ട്രീയ പോരാട്ടം കൂടിയാണെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാഷ്ട്രീയ വേദികളിൽ സജീവമല്ലാത്ത മറിയ ഉമ്മനെ ഇത്തവണ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം ഗൗരവകരമായ ആലോചനകൾ നടത്തിയിരുന്നു. ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ചെങ്ങന്നൂരിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന വൈകാരിക കാർഡ് ഇറക്കിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് VD സതീശനും സംഘവും കണക്കുകൂട്ടിയത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ കടുത്ത എതിർപ്പുമായി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. ചാണ്ടി ഉമ്മന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ഒറ്റ കുടുംബം, ഒറ്റ സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം നിയമസഭയിൽ ഉണ്ടായാൽ മതി. ഒരേ സമയം രണ്ടുപേർ മത്സരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ മോശം സന്ദേശം നൽകും. തന്റെ പിതാവ് ഒരിക്കലും കുടുംബവാഴ്ചയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും ഒരേ കുടുംബത്തിൽ നിന്ന് രണ്ടുപേർ അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചാണ്ടി ഉമ്മൻ വാദിക്കുന്നു. മറിയയ്ക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ സിറ്റിംഗ് സീറ്റായ പുതുപ്പള്ളി വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്ന വൈകാരികമായ നീക്കമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. ഇത് സത്യത്തിൽ മറിയയുടെ സ്ഥാനാർത്ഥിത്വം തടയാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് പലരും വിലയിരുത്തുന്നത്. വെറുമൊരു വാക്കാലുള്ള എതിർപ്പിൽ ഒതുങ്ങുന്നതല്ല ചാണ്ടി ഉമ്മന്റെ നീക്കങ്ങൾ. നിലവിൽ ഡൽഹിയിലുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ നേരിട്ട് കണ്ട അദ്ദേഹം തന്റെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഒരു മാസം മുൻപ് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും നേതൃത്വം വീണ്ടും മറിയയുടെ പേര് പരിഗണിച്ചതാണ് ചാണ്ടി ഉമ്മനെ കൂടുതലും പ്രകോപിപ്പിച്ചത്. തന്റെ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ അത് മറിയ സ്വീകരിക്കില്ലെന്ന് ചാണ്ടി ഉമ്മന് കൃത്യമായി അറിയാം. സഹോദരന്റെ സീറ്റ് തട്ടിയെടുത്ത് മത്സരിക്കുന്നുവെന്ന പഴി കേൾക്കാൻ മറിയ തയ്യാറാവില്ല. ചുരുക്കത്തിൽ മറിയെ ചെങ്ങന്നൂരിൽ നിന്ന് മാറ്റാൻ ചാണ്ടി ഉമ്മൻ പ്രയോഗിച്ച പുതുപ്പള്ളി വിട്ടുനൽകൽ കാർഡ് രാഷ്ട്രീയമായി വളരെ കൃത്യമായ ഒന്നായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പ് അനാഥമായ അവസ്ഥയിലാണ്. മുതിർന്ന നേതാക്കളായ ബെന്നി ബെഹനാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് എന്നിവർ ഗ്രൂപ്പിനെ പഴയ പോലെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിലാണ് യുവനേതാവായ ഷാഫി പറമ്പിൽ സ്വന്തമായി ഒരു അനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന നിലയിൽ എ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്നുണ്ട്. മറിയ ഉമ്മൻ കൂടി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ ഗ്രൂപ്പിനുള്ളിൽ വലിയൊരു വിഭാഗം അവരിലേക്ക് ആകൃഷ്ടരായേക്കാം. ഇത് ചാണ്ടി ഉമ്മന്റെ അധികാര കേന്ദ്രത്തെ ദുർബലപ്പെടുത്തും. ഉമ്മൻചാണ്ടി എന്ന വികാരം തന്നിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്ന താല്പര്യമാണ് ചാണ്ടി ഉമ്മന്റെ ഈ കടുംപിടുത്തത്തിന് പിന്നിൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കം വലിയൊരു തലവേദനയാണ്. മറിയ ഉമ്മൻ മികച്ച ഒരു പ്രസംഗകയാണ്. സ്ത്രീകൾക്കിടയിൽ അവർക്ക് നല്ല സ്വാധീനവുമുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ മേഖലകളിൽ അവർക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. എന്നാൽ ചാണ്ടി ഉമ്മനെ പിണക്കിക്കൊണ്ട് മറിയെ കൊണ്ടുവരുന്നത് പുതുപ്പള്ളിയിലും പരിസര മണ്ഡലങ്ങളിലും തിരിച്ചടിയാകും. കുടുംബത്തിലെ ഭിന്നത പുറത്തു വന്നാൽ അത് UDFനും പൊതുവിൽ ക്ഷീണമുണ്ടാക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള നേതാക്കൾ സ്വന്തം നിലയിൽ നീങ്ങുന്നതും ബെന്നി ബെഹനാൻ ഗ്രൂപ്പിനെ നയിക്കാൻ കഴിയാത്തതും നേതൃത്വം ആരെ പിന്തുണയ്ക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ്. ഈ വിവാദങ്ങളിൽ ഒന്നും മറിയ ഉമ്മൻ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മാറാൻ തയ്യാറാണെങ്കിൽ മറിയെ അവിടെ മത്സരിപ്പിക്കാമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഉയർത്തുന്നുമുണ്ട്. പക്ഷേ സ്വന്തം സഹോദരനെതിരെ ഒരു മത്സരത്തിന് മറിയ തയ്യാറാകുമോ എന്നതും സംശയമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിലുള്ള മാന്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവർ ഒരു തീരുമാനമെടുക്കൂ. ഈ കുടുംബ തർക്കം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFനെ പല രീതിയിലും ബാധിക്കാം. എ ഗ്രൂപ്പിനുള്ളിലെ അധികാര വടംവലി സ്ഥാനാർത്ഥി നിർണയത്തെയും പ്രചാരണത്തെയും ബാധിക്കും. കുടുംബവാഴ്ചയെക്കുറിച്ചും സീറ്റിനായുള്ള അടിപിടിയെക്കുറിച്ചും LDFനും NDAയ്ക്കും മികച്ച പ്രചാരണ വിഷയം ചാണ്ടി ഉമ്മൻ നൽകിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ഈ തർക്കത്തിൽ മനം മടുത്ത് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കോൺഗ്രസിന് സ്വന്തം തട്ടകത്തിൽ ഈ കുടുംബ കലഹം വലിയ തിരിച്ചടിയാണ്. ഉമ്മൻചാണ്ടി എന്ന പേര് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ പേരിന്റെ അവകാശികൾ തമ്മിലുള്ള പോര് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. ചാണ്ടി ഉമ്മന്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി മറിയെ മാറ്റി നിർത്തുമോ അതോ ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്തായാലും പുതുപ്പള്ളിയിലെ വീടിനുള്ളിൽ തുടങ്ങിയ ഈ തർക്കം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു.